കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തു. അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിച്ചു. ഒരുപാട് രോഗികൾ സൗഖ്യമായി, അത്ഭുത വിടുതലുകൾ സംഭവിച്ചു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവ് എത്ര നല്ലവനല്ലേ! അവൻ അത്ഭുത മന്ത്രി എന്ന് അവൻ്റെ പേര്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ, നമുക്ക് അത്ഭുത വഴികളെ തുറക്കുവാൻ എൻ്റെ കർത്താവ് ഈ ലോകത്ത് വന്നു. അവൻ്റെ അത്ഭുത നാമത്തെ നമുക്ക് കയ്യിൽ തന്നു. നമ്മുടെ നാവിന്മേൽ ആ നാമത്തെ തന്നു. അതെടുത്ത് ഉപയോഗിക്കുവാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നു. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവവചനം തിരിച്ചറിയുമ്പോൾ, ഈ ലോകത്ത് ഈ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ദൈവരാജ്യത്തിൽ ആ രാജ്യത്തിലെ അംഗങ്ങളാകുന്ന ദൈവമക്കൾക്ക് പ്രത്യേകമായ അവകാശങ്ങളുണ്ട്, ചില പദവികളൊക്കെ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവവചനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ വാസ്തവത്തിൽ അത് മനസ്സിലാക്കുന്ന ഒരാൾ അത് ചോദിച്ചു വാങ്ങിക്കും. ഹല്ലേലൂയ. വീട്ടിൽ മകനോ മകളോ വിശന്ന് വരുമ്പോൾ ആ വീട്ടിൽ ഇന്ന ഭക്ഷണം, അവർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ഭക്ഷണം അവിടെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് അറിയുമ്പോൾ അവർക്ക് ധൈര്യമായിട്ട് പോയി അത് എടുക്കാം. എന്നാൽ അങ്ങനെ ഒരു ഭക്ഷണം അവിടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നില്ലെങ്കിൽ അവർ പട്ടിണിയിരിക്കും. അതാ വ്യത്യാസം. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവരാജ്യത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ നമ്മൾ അറിയണം. അറിയുവാൻ അതിനു വേണ്ടിയിട്ടാണ്, അത് അറിയിക്കുവാൻ വേണ്ടിയാണ് ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്. ആ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവീൻ. അപ്പോൾ അതിലേറ്റവും മികച്ചതിനെ തരുവാനാണ് സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും. അത് നമുക്ക് ചോദിക്കാം. ദൈവസന്നിധിയിൽ നമ്മളത് ആവശ്യപ്പെടുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതെല്ലാം കർത്താവ് നിറവേറ്റി തരും. അത് മനസ്സിലാക്കിയാലേ നമുക്ക് അത് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾക്കാൻ പോവുകയാണ്. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ നാളിൽ നടന്ന ആ ശാപ വിമുക്തി ശുശ്രൂഷയിൽ വെച്ച് കർത്താവിൻ്റെ ദാസൻ തോമസ് ലുട്ടി ബ്രദർ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം, അതിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ ഇന്നലെ കേട്ടു. അതിൻ്റെ തുടർന്നുള്ള ഭാഗം നമ്മളിപ്പോൾ കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ വേണം ഈ സന്ദേശം കേൾക്കുവാൻ. എൻ്റെ ഭവനം ഒരു ശാപകൂമ്പാരമായിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള പല ചിന്താഗതികൾ എന്നെ ബാധിച്ചിരുന്നു. ചില പ്രാർത്ഥിച്ചിട്ട് പറയും, അതെ ഇത് പിതാക്കന്മാർ മുതലേ ഉള്ളതാണ്, അങ്ങനൊന്നും ഈ കെട്ട് പൊട്ടി വരികയില്ല, അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ അതായിരിക്കുന്നു. ഓരോരുത്തരും ഓരോ ഐഡിയ പറയുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സത്യം അറിയുകയും, ആ ബൈബിൾ കയ്യിലുള്ളവരൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞ്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇപ്പോൾ വേറെ ആരെങ്കിലും വന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ഒരറിവാണ് വിടുതൽ. ഉറക്കെ പറഞ്ഞ ഒരറിവാണ് വിടുതൽ. ഇന്ത്യ സ്വാതന്ത്ര്യമായി 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ആൻഡമാനിൽ ആ ഫ്രീഡത്തിൻ്റെ വാർത്ത ചെന്നത് വീണ്ടും മാസങ്ങൾ കഴിഞ്ഞ് ആൻഡമാൻ, നമ്മുടെ ആൻഡമാൻ ദ്വീപിൽ. ഇവിടെ ഓഗസ്റ്റ് 15 മുതൽ അന്ന് വരെ സായിപ്പിനെ കണ്ട് കവാത്ത് മറന്നവർ പിറ്റേന്ന് മുതൽ സായിപ്പിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച നടക്കുന്നത്. ഇതുപോലെ പിശാചിൻ്റെയും നിന്നെ തകർക്കുന്നതിൻ്റെയും മധ്യത്തിൽ നെഞ്ചു വിരിച്ച് നടക്കാനാ എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കും. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഈ അറിവ് കിട്ടിയത് കുറേ മാസങ്ങൾ കഴിഞ്ഞ്. അവർ സ്വതന്ത്രരാണ്, അവർ ഇന്ത്യൻ പൗരന്മാരാണ്, സ്വതന്ത്രരാണ്. പക്ഷെ അവരുടെ അറിവ് കേട് അവിടെ ചിലർ മുതലെടുത്തു, വീണ്ടും അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും. ഞാനും തങ്കു ബ്രദറും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ശുശ്രൂഷ ആദ്യകാലത്ത് ഒരിക്കൽ വടക്കേ ഇന്ത്യയിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ രണ്ടച്ഛന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ വലിയ സേവനമാണല്ലോ അവിടെ ചെയ്യുന്നത്. അവർ പറഞ്ഞല്ല, നിങ്ങൾ അതിലും വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്ത് കഷ്ടപ്പെടുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ. ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല പ്രതികൂലമുണ്ടോ?
ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളുകൾ സ്ഥാപിക്കും, വായിക്കാനും ഒക്കെ മനുഷ്യരെ വെറും കുഗ്രാമവാസികളെ പഠിപ്പിക്കും. അപ്പോൾ അവർക്ക് അറിവ് കിട്ടും. അറിവ് കിട്ടുമ്പോൾ അവർ പത്രം വായിക്കുമ്പോൾ അന്ന് കേരളത്തിൽ 250 രൂപയാണ് കൂലി. അവർക്ക് മനസ്സിലാവും കേരളത്തിലൊക്കെ 250 രൂപ ഉണ്ടെന്ന്. ഒരു ഇന്ത്യൻ പൗരന് ഇത്ര രൂപ ബേസിക് സാലറി കൊടുക്കണമെന്നുണ്ടെന്ന് അവന് പിടികിട്ടും. എന്നാൽ അവിടെ പലരും വലിയ ഭൂ ഉടമകൾ ഇവർക്ക് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഒരു മൃഗത്തെ പോലെ പണിയിപ്പിച്ചിട്ട് കൊടുക്കുന്നത് 10 രൂപ 20 രൂപ 2 രൂപ. എന്നാൽ എന്താണെന്നറിയോ, നീ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ആരോ ഉണ്ട്? ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ. വിശ്വാസിയുടെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയൊരു തടസ്സം എന്താണെന്നറിയാമോ? അറിവുകേട്. ഉറക്കെ പറഞ്ഞാട്ടെ. എന്നാൽ ഒന്നുകൂടെ ആ തിരുവചനം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞേ. യേശു എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് ഞാൻ. ഉറക്കെ പറഞ്ഞാട്ടെ. യേശു എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് ഞാൻ. ഉറക്കെ പറഞ്ഞ. എൻ്റെ മനസ്സ് എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതല്ല ഞാൻ. നാട്ടുകാരെന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതല്ല ഞാൻ. വചനം പറയുന്നു എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖേന നിനക്ക് ജയമുണ്ടെന്ന്. ആരോ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുടുംബം മുഴുവൻ എന്നും ദാരിദ്ര്യത്തിൽ കിടക്കുമെന്ന്. എന്നാൽ വചനം പറയുന്നു നമ്മുടെ കർത്താവായ യേശു ദരിദ്രനായത് നിന്നെ സമ്പന്നനാക്കാനാണെന്ന്. ആരോ നിന്നോട് പറഞ്ഞു നിനക്ക് എപ്പോഴും ഒരു ക്ഷീണമാണെന്ന്. എന്നാൽ ദൈവവചനം പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എത്ര പേര് പറയുന്നു ഇന്ന് മുതൽ വചനമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ? എന്നാലൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്, ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ്. എന്തോ പറയണം? ഈ വചനത്തിൽ യേശു, അപ്പോസ്തലന്മാർ എന്നെക്കുറിച്ച്, ഒരു ക്രിസ്തു വിശ്വാസിയെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് ഞാൻ. ഹല്ലേലൂയ. എൻ്റെ മനസ്സ് എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതല്ല ഞാൻ. ഒന്ന് പറഞ്ഞേ. ഇനി വിളിച്ച് പറഞ്ഞ്, ഈ വചനം എന്നെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ അവകാശമുണ്ടെന്ന് പറയുന്നു അതെല്ലാം എനിക്കുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും എത്ര വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം? 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, ഹലോ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, ഉറക്കെ പറ, ഉറക്കെ പറ, എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വെന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഈ തിരുവചനത്തിൽ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ഉള്ള മുഴുവൻ വാഗ്ദത്തങ്ങൾക്കും ക്രിസ്തു നിമിത്തം നീ അവകാശമായി. യഹൂദന് മാത്രം കിട്ടുമായിരുന്ന വാഗ്ദത്തങ്ങൾ പോലും ക്രിസ്തു മുഖേന എനിക്ക് നിങ്ങൾക്കും അവകാശമായതിനായി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്നലെ തങ്കു ബ്രദർ ഒരു സാക്ഷ്യം പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തന്നോടൊരു ദൈവദാസൻ ഒരു ദൂത് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ. അന്ന് ആ ദേവദാസൻ തങ്കു ബ്രദറിൻ്റെ വീട്ടിൽ ചെന്നു. തങ്കു ബ്രദർ ബിസിനസ് എല്ലാം വലിയ പ്രശ്നത്തിലായി, തളർന്നു. അങ്ങനെ തൻ്റെ ആധാരം പണയം വെച്ചിരിക്കുക. ഇത് തങ്കു ബ്രദറിൻ്റെ അമ്മയ്ക്ക് അറിയില്ല. അമ്മച്ചി അന്ന് പ്രായമായിരിക്കുക. ഈ ദൈവദാസനെ വീട്ടിൽ നിന്നിട്ട് ദൂത് പറഞ്ഞു, ഈ ആധാരം വീട്ടിൽ വരാതെ അമ്മച്ചി ഈ ലോകത്തിൽ നിന്ന് പോകത്തില്ല, നന്മ കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് ശേഷം അമ്മച്ചി വളരെ സീരിയസ് ആയി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോയി വളരെ സീരിയസ് ആയി. ഒടുവിൽ ഡോക്ടർ വന്നിട്ട് തങ്കുബ്രദറിനോട് പറഞ്ഞു, മാത്യു, ഇത്രയും നാളൊക്കെ അമ്മച്ചിയെ കണ്ടല്ലോ, ഇനി പ്രതീക്ഷിക്കേണ്ട, സിങ്കിങ് സ്റ്റേജാന്ന് പറഞ്ഞു. ഉടനെ തങ്കുബ്രദർ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഒന്നും പേടിക്കണ്ട, അമ്മച്ചി, എൻ്റെ അമ്മച്ചി ഇപ്പം മരിക്കത്തില്ല, അവിടെ പോയി ബാക്കി കാര്യം ചെയ്തു, ജീവനോടെ ആരോഗ്യത്തോടെ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവർ തിരിച്ചു ചെന്നു. അമ്മച്ചിക്ക് വീണ്ടും ചില കാര്യങ്ങൾ, ചികിത്സകളൊക്കെ ചെയ്തു. അല്പ മിനിറ്റുകൾക്ക് ശേഷം വന്നിട്ട് പറയാണ്, ഒരു വലിയ അത്ഭുതം കാണാനുണ്ട്, ജീവൻ തുടിക്കുന്നു. ആ അമ്മച്ചി വീണ്ടും വർഷങ്ങൾ ജീവിച്ചു. ആ വീട് പൂർണ്ണമായും വിടുതലാകുന്നത് കണ്ടു, കടഭാരത്തിൻ്റെ കെട്ടുകൾ പൊട്ടുന്നത് കണ്ടു, അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ടു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ. മറ്റൊരു ദൈവദാസൻ, കോട്ടയത്ത് വന്ന് ശുശ്രൂഷിച്ചൊരു ദൈവദാസൻ, താൻ വിദേശത്തൊരു സ്ഥലത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മൊബൈൽ ഒരു കോൾ വന്നു. ഇതാണ്, നിങ്ങളുടെ സഹോദരൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്, നിങ്ങൾ വേഗം വരണം. പ്രസംഗം പകുതിയായപ്പോൾ ഒരാൾ ഓടി വന്ന് ഇത് പറയുകയാണ്. ഉടനെ അദ്ദേഹം തിരിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരൻ ഇപ്പം മരിക്കത്തില്ല, ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞേ പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? അദ്ദേഹത്തിന് ഇതുപോലെ ദൂത് പ്രവചനം കിട്ടിയില്ല. അദ്ദേഹം ഒരു വാക്യം പെട്ടെന്ന് ഓർത്തു, കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിൽ വന്നതാണെങ്കിൽ, വീട്ടുകാർ രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ ആ വാക്യം ചുമ്മാ വായിച്ചു വിടരുത്. കാണാപ്പാടോ മനപ്പാടോ ആക്കാനുള്ളതല്ല. വാക്യത്തെ പിടിച്ചിട്ട് പറയണം, ഈ വാഗ്ദത്തം എനിക്കുള്ളത്. ഒരു വ്യക്തി ഒരു വീട്ടിൽ കർത്താവിൽ വന്നാൽ ആ വീട് മുഴുവൻ രക്ഷിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾക്ക് കേൾക്കണം, അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗം പൂർത്തീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ആ തവണ ആക്സിഡൻറ്റിൽ അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ചു. തുടർന്നൊരു ദൈവ പൈതലായി ഇന്നും ജീവനോടിരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നു. നമുക്കൊന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. മക്കളെങ്കിലോ നാം അവകാശികളാ. ഉറക്കെ പറഞ്ഞേ, നാം അവകാശികളാ, കൂലിക്കാരല്ല. പിന്നെ നമ്മൾ ആരാണ്? അതുകൊണ്ട് അജ്ഞതയെ പിശാച് മുതലെടുക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാതിരിക്കരുത്. എന്തെന്നാൽ 2 കൊരിന്ത്യർ 1:11 അജ്ഞത മുതലെടുക്കും. ഉറക്കെ പറഞ്ഞേ, അജ്ഞത മുതലെടുക്കും. അജ്ഞത മുതലെടുക്കാതിരിപ്പാൻ സ്വത്രം വചനം നമ്മൾ പറയണം. ഈ നാളുകളിൽ ആൾക്കാർക്കൊക്കെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ ലിറ്ററസി നമുക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു മെയിൽ എടുക്കാൻ, മൊബൈൽ ഫോണിൽ ഒരു വാട്സാപ്പ് എടുക്കാനൊക്കെ നമുക്കറിയാം. പിള്ളേർക്ക് വരെ അറിയാം. ഉണ്ടായി വരുന്ന പിള്ളേർ നേരെ വാട്സാപ്പിലാണ് കുത്തുന്നു. ആ ഒരു കാലമായിരിക്കുക. നമ്മളെക്കായിൽ അവർക്ക് മൗസ് പിടിക്കാനും ഒക്കെ അറിയാം. കമ്പ്യൂട്ടർ ലിറ്ററസി അവർക്കുണ്ട്. പക്ഷേ ഈ ബൈബിളിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ഇത് ക്രിസ്ത്യാനികൾക്കുള്ളതല്ല, മനുഷ്യൻ എന്ന് പേരുള്ളവർക്കുള്ളതാ. മനുഷ്യൻ എന്ന് പേരുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാരണം ഈ പുസ്തകം ക്രിസ്ത്യാനിയെ അല്ല അഡ്രസ് ചെയ്യുന്നത്. ഈ പഴയ നിയമത്തിലൊരു വാക്യം ഇങ്ങനെയാണ്, സകല ഭൂസീമാവാസികളുമേ വന്ന് കേൾപ്പീൻ, ഇതാ നിന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചന. യേശു പറഞ്ഞു വിടുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും ഈ നല്ല വാർത്ത പറയണം. ഏത് നല്ല വാർത്ത? ഈ വാഗ്ദത്തം നിങ്ങൾക്കും ഉള്ളതാ. കൈകൊടുത്ത് പറ. നിങ്ങൾ ഏത് സഭയാ, ഏത് മതമാ, ഏത് ജാതിയാ, ഏത് വർഗമാ എന്നൊന്നും ചോദിച്ചില്ല. സുറോഫോയിനീഷ്യ ജാതിയിൽപ്പെട്ട സ്ത്രീ, അവൾ യഹൂദ സ്ത്രീ അല്ലായിരുന്നു, ക്രിസ്ത്യാനി അല്ലായിരുന്നു, കത്തോലിക്ക അല്ലായിരുന്നു, ഒരു സഭക്കാരത്തിയും അല്ലായിരുന്നു, സ്വർഗീയവിരുന്നുമല്ലായിരുന്നു. അവളൊരു മനുഷ്യ സ്ത്രീ ആയിരുന്നു. മനുഷ്യ സ്ത്രീയും പുരുഷന്മാരും ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച്, നിങ്ങൾക്കുള്ള വാഗ്ദത്തങ്ങളാ യേശു മുഖേന ഞാനിവിടെ വിളിച്ചു പറയുന്നത്. രോഗശാന്തി നിങ്ങൾക്കുമുണ്ട്. വിശ്വസിക്കുന്ന നിമിഷം വിടുതൽ നിങ്ങൾക്കുമുണ്ട്. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. വായിച്ചാട്ട്, നമ്മുടെ അജ്ഞതയെ പിശാച് മുതലെടുക്കുന്നു. അന്ന് അച്ഛന്മാർ പറഞ്ഞതുപോലെ അജ്ഞതയെ മുതലെടുക്കുന്ന ഒരു ശക്തിയുണ്ട്. വായിക്കാം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഇവിടെ തോൽപ്പിക്കുക എന്നുള്ളത് ഇംഗ്ലീഷിൽ ലെസ്റ്റ് സൈറ്റൻ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് യു എന്നാ. ഒരു ദൈവവചനെ പിശാചിന് ഒരിക്കലും പൂർണ്ണമായി തോൽപ്പിക്കാനൊക്കത്തില്ല. കാരണം യേശു അവനെ എന്നേക്കുമായി ജയിച്ചിരിക്കുക. മുതലെടുക്കരുത്. ഒന്ന് പറഞ്ഞേ, മുതലെടുക്കരുത്. ഉറക്കെ പറഞ്ഞേ, മുതലെടുക്കരുത്. എങ്ങനെ? നിങ്ങളുടെ അറിവില്ലായ്മ അവൻ മുതലെടുക്കരുത്. നമ്മൾ അറിയണം, ഞാൻ അവകാശിയാണ്, എനിക്ക് വിടുതലുണ്ട്, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ എനിക്കുള്ളതാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സുറഫോയിനിഷ്യ ജാതിയിൽപ്പെട്ട സ്ത്രീയെക്കുറിച്ചായിരുന്നല്ലോ. ആ സുറഫോയിനിഷ്യ ജാതിയിൽപ്പെട്ട സ്ത്രീ, അവൾ നോക്കുക, അവൾ ഞാൻ പറഞ്ഞല്ലോ, അവൾ ക്രിസ്ത്യാനിയല്ല, അവൾ യഹൂദ സ്ത്രീയല്ല, അവൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ടതല്ല. അവൾക്ക് ഈ മീറ്റിങ്ങിന് കയറി ഇരിക്കാവോ എന്ന് വരെ ചിന്തയുണ്ട്. സുറോഫൈനിഷ്യ ജാതിയിൽപ്പെട്ട സ്ത്രീ യേശു കർത്താവിനോട് ഇങ്ങനെ തിരിച്ചു പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്നല്ലേ പറഞ്ഞത്? ചുരുക്കി പറഞ്ഞാൽ മക്കളുടെ അവകാശം എനിക്ക് കിട്ടത്തില്ലെന്നല്ലേ പറഞ്ഞേ? പക്ഷെ ഞാനും അവകാശത്തെക്കുറിച്ച് പറയാൻ പോവാ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാനും അവകാശത്തെക്കുറിച്ച് പറയാൻ പോവാ. അവൾ പറഞ്ഞു, ഈ നായ്ക്കുട്ടികൾക്ക് ഒരു ചെറിയ അവകാശമുണ്ടല്ലോ. ഉടയവർ മക്കൾ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ താഴോട്ട് പൊഴിഞ്ഞു വീഴുന്ന നുറുക്കുകൾ അതവർ തിന്നത്തില്ലേ? ഓക്കെ, മക്കളുടെ അപ്പമാണല്ലോ രോഗശാന്തി, അത് കൊടുത്തു, അവർക്കൊക്കെ കൊടുത്തു, എല്ലാവരും സൗഖ്യമാകുന്നുണ്ടല്ലോ. രക്തസ്രവക്കാരി സൗഖ്യമായി, ലാസർ വിടുതലായി, വീട്ടുകാരൊക്കെ വിടുതലായി. പക്ഷേ എനിക്ക് ആ നുറുക്കുകൾ മതി, എൻ്റെ കൊച്ചു സൗഖ്യമാകും. നിന്റെ മേശയെന്ന് വീഴുന്ന നുറുക്കുകൾക്കകത്ത് രോഗശാന്തി ഉണ്ട്. എൻ്റെ മോളെ പിടിച്ചിരിക്കുന്ന കഠിന ഭൗതോപദ്രവത്തിന് വിടുതലുണ്ട്, ക്യാൻസറിന് വിടുതലുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. മക്കളുടെ അപ്പമാണ് രോഗശാന്തി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഉടനെ കർത്താവ് തിരിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, മകളെ, നിന്റെ കുഞ്ഞിന് ഇപ്പോൾ തന്നെ സൗഖ്യമായിരിക്കും. നമ്മൾ പിന്നെ വായിക്കുന്നു, ഇത് പറഞ്ഞ നിമിഷം വിദൂരത്തിൽ ആ കുഞ്ഞ് സൗഖ്യമായി. ഇന്നിവിടെ നീ വിശ്വസിക്കുന്ന നിമിഷം വിദൂരത്തിൽ സൗഖ്യമാകും, ഹോസ്പിറ്റലുകളിൽ സൗഖ്യമാകും. ഇന്ന് രാത്രി ഡിസ്ചാർജുകൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. എന്നിട്ട് അവളോട് പറയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്.
ഇസ്രായേൽ ജനങ്ങളുടെ കൂട്ടത്തിൽ പോലും ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ വിശ്വാസം അവളെ മകളാക്കി മാറ്റി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. 1 പത്രോസ് 3:9 മുതൽ 14 വരെ. ഒന്നാമത്തേത് അജ്ഞത. ഉറക്കെ പറഞ്ഞു, ഒന്നാമത്തേത് അജ്ഞത. അങ്ങനെയാണെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞ്, അനുഗ്രഹം എൻ്റെ അവകാശമാണ്. ഒന്നുറക്കെ പറയൂ, അനുഗ്രഹം എൻ്റെ അവകാശമാണ്. രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്. ഉറക്കെ പറഞ്ഞാട്ടെ. സ്വർഗം എൻ്റെ അവകാശമാണ്. സ്വർഗം നല്ല പ്രവൃത്തിയുടെ കൂലിയല്ല. സ്വർഗം യേശുവിൻ്റെ പ്രവൃത്തിയിൽ നേടിയെടുത്തതാ. അത് വിശ്വസിക്കുന്ന മക്കൾക്ക് ദാനമായി കിട്ടത്തുള്ളൂ. പരിശുദ്ധാത്മാവ് കൂലിയായിട്ട് കിട്ടത്തില്ല. ഞാൻ കുറേ നാൾ കഷ്ടപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായിട്ട് കിട്ടത്തുള്ളൂ. അവകാശം സൗജന്യമായി മക്കൾക്ക് കിട്ടും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങിൽ എല്ലാ നന്മകളും പ്രാപിച്ചോണം. സ്വർഗം പ്രാപിച്ചോണം. ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ പ്രാപിച്ചോണം. വീടിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചോണം. സാമ്പത്തിക നന്മകൾ പ്രാപിച്ചോണം. ശാരീരിക വിടുതൽ പ്രാപിച്ചോണം. തലമുറയുടെ അനുഗ്രഹം പ്രാപിച്ചോണം. ആരോ പറയുന്നത് കേട്ട് ഈ വിടുതൽ എൻ്റെ അല്ലെന്നും പറഞ്ഞിരിക്കരുത്. എനിക്കിതിന് യോഗ്യതയില്ലെന്ന് പറഞ്ഞിരിക്കരുത്. എനിക്കിതിന് യോഗ്യതയുണ്ട്, എനിക്കും ഇത് വേണം, ഞാൻ ഇതും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്ന മക്കൾ വിടുവിക്കപ്പെട്ട് തുള്ളിച്ചാടി ഇവിടുന്ന് പോകുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എല്ലാ അജ്ഞതയുടെ ദുരാത്മാവിനെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൊട്ടി മാറാൻ ഞാൻ കൽപ്പിക്കുക. എല്ലാവരും ചേർന്ന് കരമടിച്ച് വായി തുറന്ന് ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അജ്ഞതയുടെ കെട്ടുകൾ പൊട്ടി മാറട്ടെ യേശുവിൻ നാമത്തിൽ. ആരാ നിന്നോട് പറഞ്ഞത് നിന്റെ ജാതകത്തിൽ എഴുതിയത് പോലെ നിന്റെ ഭവനം നശിക്കുമെന്ന്? ആരാ നിന്നോട് പറഞ്ഞത് നിന്റെ 30ാമത്തെ വയസ്സിൽ നീ മരിക്കുമെന്ന്? ആരാ നിന്നോട് പറഞ്ഞത് നിന്റെ അപ്പന്റെ രോഗം നിനക്ക് വരുമെന്ന്? ആരാ നിന്നോട് പറഞ്ഞത് നിനക്ക് അകാല മൃത്യുണ്ടെന്ന്? ആ പറഞ്ഞ വാക്കുകൾ മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനമാകുന്ന ഇരുവായ്ത്തല വാള് വേണ്ടാത്ത അജ്ഞാനങ്ങളെയും സാത്താൻ പറഞ്ഞു വെച്ച എല്ലാ ഭയങ്ങളുടെ കെട്ടുകളെയും ഇന്ന് രാത്രി ഈ പന്തലിൽ പൊട്ടിക്കുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. പാസ്റ്ററെ, 2 വർഷമായിട്ട് സിസ്റ്ററിന് ഡോക്ടർമാരെ കാണിച്ചു. 5 ബ്ലോക്ക് ഉണ്ടെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഓപ്പറേഷന് വേണ്ടി റെഡി ആയിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ പറയുകയാണ്, ആരാധന ശക്തമായ സമയത്ത് തൻ്റെ ശരീരത്തിൽ നിന്നും എന്തോ ഒരു കറുത്ത രൂപം ഇറങ്ങിപ്പോകുന്ന ഈ സഹോദരി കണ്ടു. അതിനുശേഷം ഇപ്പം ശ്വാസം മുട്ടലില്ല, വിങ്ങലില്ല, ഒരു കുഴപ്പവുമില്ല. പൂർണ്ണമായിട്ട് ശ്വാസം എടുക്കാൻ കർത്താവ് സൗഖ്യമാക്കി. മറ്റേ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ശ്വാസം മുട്ടലായിരുന്നു. എനിക്ക് ഇവിടെ ഇരുന്നപ്പോൾ കയ്യും കാലും എല്ലാം നല്ലതായിട്ട് കട്ട് കഴിച്ചിട്ട് എന്നോട് അവിടെ നിന്ന് എണിച്ചു പോകാനുള്ളൊരു മൂഡായിരുന്നു. ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല പ്രാർത്ഥനയ്ക്ക്. തോമസ് ഈ സിസ്റ്റർ ഇടയ്ക്കൊന്ന് പറഞ്ഞു, അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ TMT ടെസ്റ്റ് പോലും എടുക്കാൻ ഒക്കത്തില്ലാത്തവണ്ണം ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇവിടെ മീറ്റിങ്ങിന് വന്നത്. ഇപ്പൊ ഫ്രീ ആയി. എനിക്ക് ശ്വാസം നല്ലതായിട്ട് എടുക്കാൻ പറ്റുന്ന, എനിക്ക് ആശ്വാസം ഇല്ല, കുഴപ്പമില്ല. തോമസ് ഈ ബ്രദറിന് 2 കാലുകൾക്കും ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവായിട്ട് തനിക്ക് നടക്കാൻ മേലാത്തൊരു സമയം വന്നപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് സർക്കുലേഷന് പ്രോബ്ലമാണെന്ന് പറഞ്ഞു. അങ്ങനെ 4 മാസമായി കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു തൊട്ടു. ബാക്കിയുള്ളത് ഈ ബ്രദർ വരും പൂർണ്ണ സൗഖ്യമായി. ഇപ്പം നടക്കാം, ഓടാം, ഒരു കുഴപ്പമില്ല. ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവായിരുന്നു. അവിടെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഞരമ്പിന് രക്തയോട്ടം കുറവുണ്ട്, അതുകൊണ്ട് ഗുളിക കുറച്ച് നാൾ കഴിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ എൻ്റെ 2 കാലും ശരിക്കും അങ്ങ് വേർത്തു. കാല് നല്ലോണം അങ്ങ് വേർത്തു. മറ്റേ കാലെ തൊടാൻ പോലും ഒക്കെ. അങ്ങനെ ഞാൻ കാലെ തൊട്ട് ഞെക്കിയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു വേദനയില്ല, ഒന്നുമില്ല. ഞാൻ നടന്നിവിടം വരെ വന്നു, സൗഖ്യമായി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാല് വേർത്തു. കർത്താവ് തൊട്ട് വിടുവിച്ചതിനായി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളുമല്ലേ കേട്ടത്? ഹല്ലേലൂയ. കർത്താവ് എത്ര നല്ലവനാണ്, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ഈ സത്യം മനസ്സിലാക്കുമ്പോൾ യേശുവിൻ്റെ വാഗ്ദത്തങ്ങൾ തിരിച്ചറിയുകയും യേശു വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടും. തൻ്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും ദാരിദ്ര്യത്തിലോ രോഗത്തിലോ ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല. യേശുവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ആ വിടുതൽ നേടണം. അപ്പോൾ അത് അത്ഭുതകരമായിട്ട് കർത്താവ് തരികയും ചെയ്യും ചോദിക്കുന്ന വ്യക്തികൾക്ക്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുക.
കർത്താവെ, അവിടുന്ന് ദാനമായി തന്നെ അധികാരത്തിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. അവിടുന്ന് അത്ഭുത മന്ത്രിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ധ്യതയെ ഞാൻ ശാസിക്കുന്നു. പൂർണ്ണമായി വിടുതലാകട്ടെ. തലമുറയുടെ അനുഗ്രഹം കർത്താവ് പ്രിയ മക്കൾക്ക് വേണ്ടി നൽകണമേ. ഗർഭപാത്രങ്ങളെ കർത്താവ് തൊടണം. കർത്താവിൻ്റെ ജീവൻ ഈ പ്രിയ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വന്ധ്യത മാറിപ്പോകട്ടെ. വന്ധ്യതയുടെ ശാപത്തെ ഞാൻ തകർക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ദുഷ്ടൻ കെട്ടിയ കെട്ടുകൾ അഴിയട്ടെ. ദുഷ്ടൻ്റെ പ്രവൃത്തികളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നു. ഇപ്പോൾ തന്നെ സാമ്പത്തികമായി വിടുതലുകൾ ഉണ്ടാകട്ടെ. സാമ്പത്തിക മേഖലകളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ബിസിനസ്സിൻ്റെ മേൽ, വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൈവിട്ടുപോയ ബിസിനസ്സുകളൊക്കെ മടങ്ങി വരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൈവിട്ടുപോയ കോൺട്രാക്റ്റുകൾ മടങ്ങി വരട്ടെ. തിരിച്ചു വിളിച്ച് അത് ഏൽപ്പിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ വിസായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ആ വിസായെ ഞാൻ വിളിച്ചു വരുത്തുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അങ്ങയോട് ചോദിച്ചാൽ അത് നൽകിത്തരാമെന്ന് അങ്ങയുടെ വാഗ്ദത്തമാണ്. കാൽവരിയിൽ യേശുവേറ്റ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ വ്യക്തികളുടെ മേൽ പകരണം. സോറിയാസിസിനെ ഞാൻ ശാസിക്കുന്നു. സ്കിൻ അലർജിയെ ശാസിക്കുന്നു. ഡസ്റ്റ് അലർജിയെ ശാസിക്കുന്നു. അതുപോലെ തന്നെ ഫുഡ് അലർജിയെ ഞാൻ ശാസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. വിടുതലുകൾ ഉണ്ടാകട്ടെ. ദുഷ്ടൻ കെട്ടിയ കെട്ടുകൾ അഴിയട്ടെ. വാതരോഗത്തെ ഞാൻ ശാസിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വാതരോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കൈകാലുകളിലെ വിരലുകൾക്ക് ഡീഫോമിറ്റി വന്ന ആ വാതരോഗം ഇപ്പോൾ തന്നെ വിട്ടുമാറി വിരലുകൾ മടങ്ങുവാൻ തുടങ്ങട്ടെ. വിരലുകൾ നിവർന്നു വരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ മടങ്ങിപ്പോയ, വളഞ്ഞുപോയ വിരലുകൾ നിവർന്നു വരട്ടെ. അതുപോലെ തന്നെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ സന്ധികളിന്മേൽ കർത്താവിൻ്റെ കരം തൊടുന്നതിനായി നന്ദി പറയുന്നു. സന്ധികളിൽ ഉള്ള വേദനകൾ വിട്ടുമാറട്ടെ. അതിന് കാരണമായ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ആ കാർട്ടിലേജ് ഗ്രോത്തിനെ ഞാൻ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കാർട്ടിലേജ് ഗ്രോത്ത് ഉരുകി മാറിപ്പോകട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. വന്ധ്യത മാറട്ടെ. ആ ഗർഭപാത്രത്തിനകത്ത് മുന്തിരിക്കൊല പോലെ മുഴകൾ വന്നിരിക്കുന്ന അവസ്ഥ വിട്ടുമാറട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ഓവറികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവെ, സ്പേം കൗണ്ട് കുറവായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സ്പേം കൗണ്ട് വർദ്ധിച്ചു വരുവാൻ കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡെങ്കിപ്പനി മൂലം പ്രയാസം അനുഭവിക്കുന്നവരുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമുണ്ടാകട്ടെ. അവരുടെ ശരീരത്തിലുള്ള പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലാകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ശാന്തമ്മ എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ വീട് വിട്ടുപോയി. യേശുവിൻ്റെ നാമത്തിൽ ആ മകനെ ഞാൻ വിളിച്ചു വരുത്തുക. തിരിച്ചു വിളിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. തൻ്റെ ചിറകടിയിൽ മറയ്ക്കട്ടെ. നിങ്ങളെ എല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.